വീട്ടില് കാറിന്റെ അകത്ത് വെച്ചാണ് കഥ ആദ്യം കേൾക്കണത് ഞാൻ. അയ്യേ, കഥ കേൾക്കണാരോ വേറെ അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുന്നത് നല്ല മഴയത്ത് ഒരു വണ്ടിക്കകത്ത് ഇരുന്നിട്ടാണ്. അർജുന കാർ വാഷ് ഉണ്ടാകുന്ന പറയുന്നത്. അന്ന് ഈ കഥ കേട്ടപ്പോൾ എൻ്റെ അടുത്ത് അർജുൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. പിന്നെ എന്നെ വിളിച്ചില്ല ഒരു 1.5 വർഷത്തോളം. അല്ല, അതിന് കാരണം മറ്റൊന്നുമല്ല, എല്ലാത്തിനും അതിന്റെ സമയമുണ്ടെന്ന് പറയും. കാരണം അന്ന് തുറന്നു പറയാം, അന്ന് ആ സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കുണ്ട്. അന്ന് അർജുൻ തുടങ്ങിയ സമയമാണ്. ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് അർജുനെ ആയാലും ഞങ്ങളെ ആയാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോൾ അതിലൊരു ഏകദേശം ഒരു 6 വർഷത്തിന്റെ ഗ്യാപ്പ് വന്നു. പക്ഷെ 6 വർഷവും ആ കഥ ചെയ്യാം എന്ന് ഡെയിലി നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ സംസാരിച്ചുകൊണ്ട ആളാണ് അർജുൻ. പിന്നെ ലാസ്റ്റ് പടത്തിലൂടെ കെട്ടിപ്പിടിച്ച് സെറ്റാക്കി. അപ്പൊ എല്ലാവരും വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റിയില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ചാണ്. അപ്പോൾ വളരെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇപ്പൊ സുമതി വളവ് തുടങ്ങാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ്. കാരണം ഇതിന്റെ കുറെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അത് വഴിയെ പറയുന്നതാണ്. ഇപ്പൊ പറഞ്ഞ് കൊളവാക്കാനുള്ള രഞ്ജൻ ചേട്ടൻ കൊളവാക്കിയ പോലെ ഇല്ല, കുഴപ്പമില്ല. ഞങ്ങൾ നേരത്തെ ഒരു വട്ടം അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച്. അപ്പൊ പിന്നെയും മറക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ കുഴപ്പമില്ല, കറക്റ്റായിട്ട് അത് പൊട്ടിച്ച്. വളരെയധികം സന്തോഷം. അപ്പൊ ഇതേ സപ്പോർട്ട്, ഇതേ സ്നേഹം പടം ഇറങ്ങുമ്പോൾ വേണം. ഞങ്ങളുടെ പടം മാത്രമല്ല, ഇനി ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിക്കുക. താങ്ക് യു സോ മച്ച്. സോ നമ്മുടെ ഹീറോ ഇവിടെ ഉള്ളത് കൊണ്ട് അർജുനോട് ഞാൻ ചോദിക്കാം. മൈക്ക് കൈമാറണ്ട, ഞാൻ അർജുനോട് ചോദിക്കാൻ പോകുന്നത് ഇതിന്റെ ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ ആരൊക്കെയാ ചേട്ടാ ഒന്ന് പറയാം. ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ ആരൊക്കെയാണ്? ഇതിൽ ഞാനുണ്ട് എന്നുള്ളത് എനിക്ക് ഓക്കെയാണ്. ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ എന്നാ അഭിഷേട്ടാ, നമുക്ക് അവരെ ഒന്ന് ഓരോരുത്തരായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ? ടീമിനൊന്ന് ഞാൻ വിളിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ എൻ്റെ പടത്തിന് ഇപ്പോൾ DOP ചെയ്യാനായിട്ട് മാളികപ്പുറത്തിന് വിഷ്ണുവേട്ടനായിരുന്നു. ഇതിൽ പക്ഷേ ഞാൻ ഒന്ന് തമിഴിൽ നിന്നൊരു DOPനെ കൊണ്ടുവരികയാണ്. അദ്ദേഹം ലവ് ടുഡേ എന്നുള്ളൊരു സിനിമയ്ക്ക് ശേഷം ലവ് ടുഡേ, സഭാനായകൻ, ഇപ്പോൾ വിജയ് സേതുപതിയുടെ ഇറങ്ങാൻ പോകുന്ന മഹാരാജ എന്ന ഈ ചിത്രങ്ങൾ ചെയ്ത DOP ആണ്. ഞാൻ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പം ചെന്നൈയിൽ സീമരാജ എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പരിചയപ്പെട്ടാണ്. അതിനുശേഷം ഉണ്ടായ ഒരു ചങ്ങാത്തമാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ദിനേശ് പുരുഷോത്തമനെ ഐ ആം വെൽക്കമിങ് സാർ, കം ടു സ്റ്റേജ് ബ്രദർ. എഡിറ്ററിന് വരാൻ സാധിച്ചിട്ടില്ല. ഷെഫീഖ് മുഹമ്മദ് അലി, രമയുഗത്, ജിഗർദണ്ഡ, XX എന്ന 2 സിനിമകൾ ചെയ്ത ഷെഫീഖ് മുഹമ്മദാണ് നമ്മുടെ ഈ പടത്തിൻ്റെ എഡിറ്റർ. ഇനിയിപ്പോൾ നമ്മുടെ ആർട്ട് ചെയ്യുന്നത് നമ്മുടെ അജയേട്ടനാണ്. അജയ് മങ്ങാട് ചേട്ടനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അജയേട്ടൻ്റെ സിനിമകളുടെ പേര്. ഇതിലെ കാസ്റ്റ് എന്ന് പറയുന്നത് ഫൈനൽ കാസ്റ്റിംഗ് ആയിട്ടില്ല. കാരണം ഈ സിനിമയിൽ കുറേ കഥാപാത്രങ്ങൾ ഇപ്പോൾ ഫൈനൽ സ്ക്രിപ്റ്റ് ആവുമ്പോഴേക്കാണ്. ഒരാളെ ഞങ്ങൾ ഈ സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ട്, പ്രേമലൂരൊക്കെ കുറേ തവണ. അപ്പോൾ ആ ആള് ശ്യാമ ഈ സിനിമയിലൊരു ത്രൂ ഔട്ട് വേഷമാണ് ചെയ്തത്. ശ്യാമിനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ശ്യാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്യാം നമ്മുടെ അടുത്ത പടത്തിൽ വിഷ്ണുവാണ് പറയുന്നത് ആദ്യം. അപ്പോൾ ശ്യാം ചോദിച്ചു, ചേട്ടാ JK ആണോ എന്ന് ചോദിച്ചു. ഞാൻ അല്ല എന്ന് പറഞ്ഞു. പറയണം എന്ന് സംസാരിക്കണം എനിക്കറിയില്ലേ. എല്ലാവരും അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. IMAയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം IMA ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത് ആദ്യമായിട്ടാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഇതുപോലൊരു കഥ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ മാളികപ്പുറം കണ്ടിട്ടുണ്ട്. അഭിലാഷിനോട് എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ടാവുന്നില്ല. കടാവർ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നല്ലൊരു ക്രൂവും കാസ്റ്റും ഒക്കെ ഉണ്ട്. പിന്നെ അർജുൻ ബ്രോയുടെ കൂടെ വേറൊരു പടവും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടല്ലോ, റൊമാൻസ്. അനൗൺസ് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്നതിലും. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് ചേട്ടാ സ്പെഷ്യൽ താങ്ക്സ് ടു യു. താങ്ക് യു സോ മച്ച്. നല്ലൊരു പടമായിരിക്കും വിശ്വസിക്കുന്നു അല്ലേ? വരുന്നവരും പോകുന്നവരും ഒക്കെ കുഴപ്പമില്ല. അപ്പം രണ്ടാമത്തെ ഒരാളെ കിട്ടി. ഇനിയും ഇവർക്കൊപ്പം തന്നെ നിൽക്കുന്ന, കട്ടയ്ക്ക് നിൽക്കുന്ന മറ്റൊരാളും കൂടെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സിനിമയിൽ അഭിനയിക്കുന്ന, നമുക്കൊക്കെ ഇഷ്ടമുള്ള, ഇപ്പം അവരുടെ ഒരു സിനിമ റീസെൻ്റ്ലി റിലീസായി, ഗോ എന്ന് പറയുന്നുണ്ട്. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട മണിയമ്പിള്ള രാജേട്ടൻ്റെ മകൻ നിരഞ്ജൻ. ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ഇവിടെ ഇത്രയും
ഇങ്ങനൊരു ലോഞ്ച് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ഭയങ്കര ഹിമങ്കസ് ലോഞ്ചാണ്. അപ്പം അത്രയും വലുപ്പത്തിലുള്ളൊരു സിനിമ തന്നെയാണ്. പിന്നെ 5 ദിവസം മുമ്പ് പറഞ്ഞൊരു സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നെയാണ് ഡ്രൈവറായിട്ട് കൊണ്ടുപോയത്. അപ്പം കൈ വറച്ചാണ് എനിക്ക്. പിന്നെ എന്തായാലും അത് ഞാൻ ഒരിക്കലും മറക്കാത്ത ആ പേടി ഇപ്പോഴും വിട്ടു മാറുന്നില്ല. ഇപ്പം ഒറ്റയ്ക്ക് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുള്ള. അതുകൊണ്ടാണ് ഞാനിന്ന് വിഷ്ണുവിനെ വരെ കൊണ്ടുവന്നത്. വളരെ രസകരമായ സംഭവമാണ്. ഞങ്ങൾ രാത്രി പോയി, ഞങ്ങളൊക്കെ ഹോട്ടലിൽ പോയി. നിരഞ്ജൻ തിരുവനന്തപുരത്ത് തന്നെ വീടായിട്ട് വീട്ടിലും പോയി. രാവിലെ 5 മണിക്ക് എന്നെ വിളിക്കുകയാണ്, ചേട്ടാ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അപ്പം ഞങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുമ്പം ഇവൻ സേഫ് ആണല്ലോ, വീട്ടിലാണോ വീഴുന്നത്. ചേട്ടാ വീട്ടിൽ ചെന്ന് കയറി കട്ടിൽ കിടന്നപ്പോൾ തന്നെ കോളിംഗ് ബെൽ അടിച്ചു എന്ന് പറഞ്ഞു. പോയി തുറക്കുമ്പോൾ ആരും ഇല്ല എന്ന് പറഞ്ഞു. 4 തവണ കോളിംഗ് ബെൽ അടിച്ചു, വീണ്ടും തുറന്നു. പിന്നെ കോളിംഗ് ബെല്ല് കംപ്ലൈന്റ് ആയിരുന്നു എന്ന് രാവിലെ വിളിച്ചു പറഞ്ഞു. ചേട്ടാ ഇതൊക്കെ ഒരു നിമിത്തമാണോ, സുമതി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. സത്യത്തിൽ ഞങ്ങൾ അന്ന് പോയ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ സിനിമ റിലീസായതിനു ശേഷം ഞങ്ങൾ പുറത്തുവിടാം. കാരണം ഇപ്പം അത് വിട്ടാൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത പോലെ ഇരിക്കും. പക്ഷെ സിനിമ ഇറങ്ങിയ ശേഷം അത് ഞങ്ങൾ കാണിച്ചു തരാം അതിലെന്തായിരുന്നു ശരിക്കും ഞങ്ങൾ സ്കെയറി ആയെന്നുള്ളത്. അടുത്തത് ഈ പറയുന്ന പോലെ മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാളികപ്പുറത്തിലെ ഒരാളെ ഞങ്ങൾക്ക് വിടാൻ പറ്റില്ല. ആളിവിടെ എത്തിയിട്ടുണ്ട്. ദേവനന്ദ ഈ സിനിമയിൽ ഒരു നല്ല വേഷം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദേവനന്ദ ഏറെ പറന്ന് നടക്കുമായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. അവർക്ക് ഇന്ന് ഇവിടെ എന്താ പറയുന്നത് എനിക്ക് അറിയേണ്ടത്. എല്ലാരും ഇടയ്ക്കെന്ന് ഓർക്കുന്നത് നല്ലതല്ലേ. ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മാളികപ്പുറം ടീമിന് തന്നെ പുതിയ സിനിമയാണ്. അഭിലാഷ് ചേട്ടൻ്റെയും വിഷ്ണു ചേട്ടൻ്റെയും രഞ്ജിൻ ചേട്ടൻ്റെയും കൂടെ പുതിയ സിനിമയാണ്. അത് കുറേ പുതിയൊരു ക്രൂവിൻ്റെ കൂടെയാണ് ഈ സിനിമ ചെയ്യുന്നത്. അതിൽ ഒത്തിരി എക്സൈറ്റഡ് ആണ് ഞാൻ. അതും നമ്മളെ സപ്പോർട്ട് ചെയ്ത മുരളിയേട്ടന് ഒത്തിരി നന്ദിയുണ്ട്. അതും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. കാരണം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും ഇന്ന് കാണാൻ. ഇന്ന് കുറച്ച് പേർക്ക് എത്താൻ പറ്റിയില്ല, പക്ഷേ അവർക്ക് നെക്സ്റ്റ് ടൈമിൽ എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേവുവിന്റെ ആ ഒരു അഭിനയ മികവ് നമ്മൾ എന്തായാലും മാളികപ്പുറത്തിലൂടെ കണ്ടിട്ടുള്ളതാണ്. ആൻഡ് തീർച്ചയായിട്ടും അതിൽ കുറഞ്ഞതൊന്നും സുമതി വളവിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ താങ്ക് യു സോ മച്ച് ദേവു ആൻഡ് ഗുഡ് ലക്ക് ഫോർ യു. ഗോപിക പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും ഒക്കെ നമ്മുടെ മലയാളികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഗോപിക. ആൻഡ് ഇപ്പോൾ മോറോവർ വേണമെങ്കിൽ നമുക്ക് മിസ്സസ് GP അല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. നമസ്കാരം. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് മൂവി ചെയ്തത്. ശിവം, ഷാജി കൈലാസ് സാറിൻ്റെ, പിന്നെ ബാലേട്ടൻ ചെയ്തു. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് മൂവി അഭിനയിക്കുന്ന പോലെയാണ്. എന്താ പറയുക, എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, സന്തോഷവും ഉണ്ട്, ടെൻഷനും ഉണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ബാലേട്ടൻ്റെ മോളായിട്ടാണ്. അതിനുശേഷം ഇപ്പോൾ സാന്ത്വനത്തിൽ അഞ്ജലിയായിട്ടാണ്. അപ്പൊ ഞാൻ ഏത് വർക്ക് കമ്മിറ്റ് ചെയ്യുന്ന ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ ചേട്ടൻ സുമതി വളവായിട്ട് വന്നത്. അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ, ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. പിന്നെ അഭിലാഷ് ചേട്ടൻ വഴിയാണ് വിഷ്ണു ചേട്ടനെയും അർജുൻ ചേട്ടനെയും ഒക്കെ പരിചയപ്പെട്ടത്. ഫസ്റ്റ് ഇവരൊക്കെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ നല്ല ടെൻഷനായിരുന്നു. പക്ഷേ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ മനസ്സിലായി കൂളാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ മുരളി സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അഭിലാഷ് ചേട്ടൻ സാറിൻ്റെ അടുത്ത് എന്നെ സജസ്റ്റ് ചെയ്തപ്പോൾ സാർ ഓക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി. വലിയൊരു അവസരമാണ് എനിക്ക് തരുന്നത്. താങ്ക് യു സോ മച്ച് സർ. പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി, ചെറുപ്പം മുതലേ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആഘോഷാക്കുന്ന GP ചേട്ടൻ. പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർ, വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. ഞാൻ അതിൻ്റെ 100% ചെയ്യുമെന്ന് ഞാൻ എനിക്ക് ഉറപ്പ് തരുന്നു. പിന്നെ അഭിലാഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാനായിരിക്കും നിന്നെ ഹരിശ്രീ കുറിക്കാതെ. പക്ഷെ അതിപ്പോൾ
അതിപ്പം എനിക്കെന്തോ അത് സത്യമാണെന്ന് തോന്നുക. എല്ലാവരുടെയും പ്രാർത്ഥന വേണം. താങ്ക് യു സോ മച്ച് ഗോപിക. അഭിഷേട്ടാ, ഇനി നമുക്ക് ആരെയാണ് വിളിക്കാനുള്ളത്? ഗോപികനെ സജസ്റ്റ് ചെയ്തത് എൻ്റെ അമ്മയാണ് കേട്ടോ. എന്നും 7:30-8 മണിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ വഴക്കുണ്ടാക്കുന്നത് ഇവരുടെ സീരിയലിന്റെ പേര് പറഞ്ഞായിരുന്നു. ആ സീരിയലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് സിനിമയിലേക്ക് വിളിച്ചത്. അപ്പോൾ ആ സീരിയലിൽ നിന്നു, സീരിയൽ കഴിഞ്ഞു. ഇനി വിളിക്കാനുള്ളത് കുറച്ച് മുമ്പ് ശ്യാമിന്റെ കാര്യം പറഞ്ഞല്ലേ, പ്രേമലു അടുത്ത സമയത്ത് നമ്മുടെ വലിയ ഹിറ്റുകൾ ഉണ്ടായിരുന്നു. ആ പ്രേമലുവിൽ നിന്നും ഒരാളെ കൂടെ ഞങ്ങൾ ഈ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട്, അഖില. Ladies and gentlemen, a huge applause for Akhila. എല്ലാവർക്കും നമസ്കാരം. പ്രിപ്പയർഡ് ആയിട്ടൊന്നല്ല വന്നത്. ഇങ്ങനെ ഒരു ഇവന്റിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇന്നായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിങ്ങനെ ശ്യാമയുടെ അടുത്തൊക്കെ നമ്മളിങ്ങനെ പരസ്പരം പ്രേമലിന് ശേഷം പിന്നെ അടുത്ത പടയതാന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ദിവസം ശ്യാമേട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എപ്പോഴും അഭിലാഷേന്റെ പടമാണ് ഇങ്ങനെ മാളികപ്പുറത്തിന്റെ അടുത്ത ടീമിന്റെ പടം എന്നൊക്കെ. അവൻ പറഞ്ഞു അയ്യോ അടിപൊളി, ഭാഗ്യം, ശ്യാമയുടെ ഭാഗ്യം എന്നൊക്കെ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനും അറിയുന്നത്. സത്യം പറഞ്ഞ ഇന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ 3 മണിക്കൂർ മുമ്പ് കഥ കേട്ടത്. 3 മണിക്കൂർ മുമ്പ് കഥ കേട്ട് ചെയ്യാൻ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം സ്റ്റേജിൽ വിളിച്ചത്. അതെ, അപ്പോൾ ഇന്നാണ് ഞാൻ അറിഞ്ഞത് ഞാനും ഇതിലുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ഈ പടത്തിലുണ്ട്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതും ഞാൻ എൻ്റെ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അപ്പോൾ താങ്ക് യു അഭിലാഷ് ചേട്ടാ. പിന്നെ മുരളി ചേട്ടൻ നമ്മളൊരേ നാട്ടുകാരാണ്, അറിയുമെന്നറിയില്ല, ഞാൻ പയ്യന്നൂരാണ്. അപ്പോൾ ഇതിലോട്ട് ഇന്നായതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ സുമതി വളവിൻ്റെ ഒരു ത്രെഡ് അഭിലാഷിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണെന്ന് എനിക്കറിയാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഹൊറർ സ്റ്റോറിയാണ്. പിന്നെ ഒരിത്തിരി മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ടെന്നൊക്കെ തോന്നുന്നു എനിക്ക്. തീർച്ചയായിട്ടും ഈ ഹൊറർ സിനിമകൾക്കൊരു മിനിമം ഗ്യാരണ്ടി വരുത്തുന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ശ്രീ മുരളി ഈ ഹൊറർ സിനിമ ചെയ്യാനായിട്ട് കൊണ്ടുവന്നെന്ന് എനിക്ക് തോന്നുന്നു. ഹൊററിന് എന്നും ഒരു പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ ആകാശഗംഗ ആയിക്കോട്ടെ, വലിയ വെള്ളി നക്ഷത്രം ആയിക്കോട്ടെ, ഈ മഹാമേരു കാലം എന്നൊക്കെ പറയുന്നതൊക്കെ എൻ്റെ മഹാവിലക്ക് കാലത്ത് ഒരു നോൺ ആർട്ടിസ്റ്റും നോൺ ടെക്നീഷ്യനും ഇല്ലാതെ ഞാൻ ചെയ്ത യക്ഷിയും ഞാനും പോലും പ്രൊഡ്യൂസർക്ക് കാശ് കിട്ടിയ പടമാണ്. അതുകൊണ്ട് ഈ ചിത്രം തീർച്ചയായിട്ടും ശ്രീ മുരളിക്ക് വലിയ ഒരു വിജയമായി തീരട്ടെ. അതുപോലെ തന്നെ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ശശിശങ്കറിൻ്റെ മകൻ വിഷ്ണു, അതുപോലെ തന്നെ രഞ്ജിൻ രാജ്, പിന്നെ അഭിലാഷാണെന്ന് തോന്നുന്നു ഈ ചിത്രത്തിൻ്റെ നെടുത്തു. അഭിലാഷിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ഒത്തിരി ഗുണം ചെയ്യും പ്രൊഡ്യൂസർക്ക് എന്നുള്ളൊരു സത്യമാണ്. അഭിലാഷിനെ പോലെയുള്ള അതുപോലെയുള്ള ടെക്നീഷ്യന്മാരാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് തന്നെ മാർക്കറ്റിങ്ങും അതിനുള്ള ഒരു സ്ട്രാറ്റജിക്കുള്ള ഒരു ആ തോട്ടിന് ആ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നവരായിരിക്കും മലയാള സിനിമയിൽ നിൽക്കുക, അല്ലാതെ വെറും സിനിമാക്കാർ മാത്രമല്ല. അഭിലാഷിൻ്റെ കൂടെ അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന എൻ്റെ ഒരു ചിത്രത്തിൻ്റെ 2ാം പാർട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അഭിലാഷാണ് എൻ്റെ കൂടെ എഴുതുന്നത്. അപ്പോൾ ഒരു വലിയ ചിത്രമാണ്. അങ്ങനെയാണ് ഞങ്ങളത് പ്ലാൻ ചെയ്യുന്നത്. അതിനകത്ത് ഉണ്ണി മുകുന്ദനും കാണും. അപ്പോൾ അത് അഭിലാഷാണ് എൻ്റെ കൂടെ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അഭിലാഷിൻ്റെ ഒരു വിളിക്ക് വരാതിരിക്കാൻ പറ്റില്ല. പിന്നെ രഞ്ജൻ, അതുപോലെ തന്നെ വിഷ്ണു, എൻ്റെ സുഹൃത്തിൻ്റെ മകൻ. എനിവേ, എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് ശ്രീ മുരളിക്കും ഈ ഗ്രൂപ്പിന് നേരുന്നു. നന്ദി, നമസ്കാരം. ഗുഡ് ഈവനിങ്. ഈ വേദിയിൽ നിൽക്കുമ്പോൾ സാധാരണ സിനിമകളുടെ ഈ ഓഡിയോ റിലീസിനും ടൈറ്റിൽ റിലീസിനൊക്കെ നിൽക്കുന്ന പോലെയല്ല, അതിനേക്കാൾ കൂടുതൽ എനിക്ക് വ്യക്തിപരമായ ഒരു അഭിമാനവും സന്തോഷവും ഉണ്ട് വേദിയിൽ നിൽക്കുമ്പോൾ. കാരണം ഈ സിനിമയുടെ ടൈറ്റിലിന് താഴെ വരുന്ന പേരുകളെല്ലാം തന്നെ എനിക്ക് വളരെയേറെ പ്രിയപ്പെട്ടതും എൻ്റെ ഹൃദയത്തോടും എൻ്റെ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന പേരുകളാണ്. ഈ പറഞ്ഞ പോലെ അഭിലാഷിൻ്റെ മലയാളത്തിലെ ആദ്യ സിനിമയുടെ ആദ്യ തിരക്കഥയുടെ സംവിധായകനാണ് ഞാൻ. ആദ്യം റിലീസായത് എൻ്റെ സിനിമയല്ല എങ്കിൽ പോലും ആദ്യം മലയാളത്തിൽ അഭിലാഷ് തിരക്കഥ എഴുതി തുടങ്ങിയത് എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയാണ്. അന്ന് തുടങ്ങിയ ബന്ധം ഞങ്ങൾ ഇന്നോളം ഒരു എൻ്റെ സഹോദരനെ പോലെ എൻ്റെ അനിയനെ പോലെ ഞങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട്. അവന് മോനോ
അർജുൻ ചേട്ടനായാലും അല്ലെങ്കിൽ നമ്മുടെ ക്രൂവിനായിട്ടും? എന്താ വെച്ചാല് എൻ്റെ മോനെ കുറിച്ച് പറയുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു തോന്നണ്ട. കാരണം ഇപ്പം ഡെഡിക്കേറ്റഡ് ആണ് ഏത് വേഷം ചെയ്താലും. കാരണം അവനൊരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മോക്കും മരുമോക്കും ഒക്കെ എല്ലാവർക്കും അറിയാം, അവൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം. ഇപ്പം മെലിയാണ് ഏതൊരു പടത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ശരീരം മെലിച്ച് ഭക്ഷണം കഴിക്കാതെ ചെയ്തുകൊണ്ടിരിക്കും. അത് മാത്രമല്ല കുറേ സിനിമകൾ കാണുക, അവൻ ചെയ്യാൻ പോകുന്ന സിനിമയുടെ കുറേ സിമിലാരിറ്റി ഉള്ള അങ്ങനെ കുറേ നന്നായിട്ട് പണിയെടുക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ വിശ്വാസമുണ്ട്. പിന്നെ എൻ്റെ ടിപ്സൊന്നും അങ്ങോട്ട് ഏൽക്കില്ല, കാരണം അവൻ്റെ കയ്യിലുണ്ട് കുറേ സംഭവങ്ങൾ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. യു മേ ജോയിൻ ദി ഓഡിയൻസ്. എനിക്ക് തോന്നുന്നു അർജുൻ ചേട്ടാ ഇന്നൊരു ലോട്ടറി അടിച്ച ഫീലിംഗ് അറിയാം. കാരണം ഒരു അച്ഛൻ എന്നുള്ളതിലുപരി ഒരു വലിയ ആർട്ടിസ്റ്റിന്റെ അടുത്ത് നിന്ന് നമ്മൾ കേട്ട വാക്കുകളാണത്. അപ്പം അർജുൻ ചേട്ടൻ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഐ തിങ്ക് ഹീസ് ദെയർ സംവെയർ അല്ലേ? അപ്പം എന്തായാലും ഒരു വലിയ കൈഡി നമുക്ക് കൊടുക്കാം. സർ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ഫിലിം? നമസ്കാരം. ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫുഡ് ഇഷ്ടമുള്ള നല്ലൊരു ബിരിയാണി കാണുമ്പോൾ എന്താണ് ഇത് നമുക്ക് കിട്ടാത്തതെന്ന് തോന്നുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഇത്രയും നല്ലൊരു ടൈറ്റിൽ ലോഞ്ച് കാണുമ്പോൾ നല്ലൊരു ഫീലുള്ള സിനിമ, വണ്ടർഫുൾ ക്രൂ, വണ്ടർഫുൾ സെറ്റ് ഓഫ് ആക്ടേഴ്സ്, അപ്പോൾ എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ്. അത് കോമ്പിനേഷൻ കാണുമ്പോൾ നമുക്ക് കൊതി വരും. എനിക്ക് നല്ല സിനിമകളുടെ അങ്ങനെ പ്ലാൻ കാണുമ്പോൾ ഇത് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നങ്ങനെ. അപ്പോൾ അഭിലാഷും ഞാനും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഥകൾ പറഞ്ഞിട്ട് നടക്കാതെ പോയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഞാനായിരിക്കും അല്ലേ. എല്ലാ ദിവസവും കഥ പറയും, എല്ലാ ദിവസവും വിളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് നമ്മുടെ മലയാള സിനിമ ഇപ്പോൾ 90s ആണ് എപ്പോഴും മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ ഇറ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അത് ഇപ്പോഴാണെന്ന്. കാരണം ഏറ്റവും വലിയ ഹിറ്റുകൾ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഹിറ്റുകൾ പിറന്നത് മലയാള സിനിമയ്ക്ക് 2024 1000 കോടി വരെ എത്തി നിൽക്കുന്നു നമ്മുടെ ബോക്സ് ഓഫീസ്. മലയാള സിനിമയ്ക്ക് എക്കണോമിക് ടൈംസ് പോലും മലയാള സിനിമയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഉള്ള ഒരു അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നീഷായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് കഴിഞ്ഞ ആഴ്ച ആർട്ടിക്കിൾ വരെ എഴുതി. സോ സച്ച് എ വണ്ടർഫുൾ ടൈം ഫോർ മലയാളം സിനിമ. അത് മാത്രമല്ല കുറേ നാൾ നമ്മൾ പ്രീ റിലീസ് റൈറ്റ്സിനെ കുറിച്ച് ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ സാറ്റലൈറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ സാറ്റലൈറ്റിലൂടെ ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് OTT അപ്പം പ്രീ റിലീസിൽ നിന്നും മാറി ബോക്സ് ഓഫീസിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയം. അതായത് കണ്ടന്റ് മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ബിക്കം ദ കീ. പ്രീ റിലീസ് സെയിൽസ് അല്ലെങ്കിൽ OTTയും സാറ്റലൈറ്റിനെയും ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന തട്ടിക്കൂട്ടെന്ന് ഞാൻ പറയില്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന സിനിമകൾ മാറി ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിനിമകൾ വരണം, നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ വരണം, അത് മാർക്കറ്റ് ചെയ്യപ്പെടണം, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. അപ്പം ഇത് കാണുമ്പോൾ ഇപ്പം നേരത്തെ അർജുൻ ഇവിടെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ടൈറ്റിൽ ലോഞ്ച് ഇല്ല, ഇനി ഇങ്ങനെ ഒരുപാട് ടൈറ്റിൽ ലോഞ്ചസ് ഉണ്ടാവും. ഇനി അത് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും, നല്ല കണ്ടന്റ് ഉണ്ടാവും. ബിക്കോസ് ഇനി അങ്ങോട്ട് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഏതൊരു ഇൻഡസ്ട്രിക്കും ബോക്സ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നിൽക്കാനാവൂ. അതുകൊണ്ട് എല്ലാവരും അവരുടെ കണ്ടന്റ് ശ്രദ്ധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ടൈറ്റിൽ ലോഞ്ച്. ഐ വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ നേരത്തെ വിനയൻ സാർ ഇവിടെ പറഞ്ഞ പോലെ ഈ ഹൊറർ സിനിമകൾക്ക് എന്നും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. കാരണം അത് തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജോണറാണ്. അതിൻ്റെ കൂടെ ഹൊററാണ് നമ്മൾ കണ്ടതാണ്. ഇപ്പം രോമാഞ്ചമാണെങ്കിലും അല്ലെങ്കിൽ വേറൊരു ജോണറിൽ വന്ന ബ്രഹ്മയുഗമാണെങ്കിലും ഈ വർഷം തന്നെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ ഉണ്ടായിട്ടുള്ള, പിന്നെ മിനിമം ഗ്യാരണ്ടി എക്സ്പെക്ട് ചെയ്യുന്ന, പിന്നെ അഭിലാഷിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. തേടി പോകുന്ന സർ, ഇതിൽ നിന്ന് ഏത് കഥ ചൂസ് ചെയ്തിട്ടാണ് ഇനി നമ്മുടെ മുന്നിലേക്ക്? അല്ല, ഞാൻ പറഞ്ഞ അത് പല പല കാരണങ്ങൾ കൊണ്ട് അഭിലാഷ് ആദ്യമായിട്ട് പറഞ്ഞ കഥ തന്നെ അത് പല പല കാരണങ്ങൾ കൊണ്ടാണ് നടക്കാൻ. ചിലപ്പോൾ അതിൽ അതിന്റെ കോസ്റ്റ് ഒത്തു വന്നിട്ടുള്ള, അതിന്റെ കാസ്റ്റ് ഒത്തു വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ശരി പിന്നെ ചെയ്യാം. അങ്ങനെ അഭിലാഷ് വേറെ കഥകളിലേക്ക് പോകുന്നു, അത് ശരിയാവുന്നു. അതൊരു ആ മിക്സ് ശരിയാവാത്തതിൻ്റെയാണ്. അത് ഉടനെ ഉണ്ടാവും. ഞങ്ങൾ അത്രയും കഥകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഈ വർഷം തന്നെ. ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു. താങ്ക് യു സർ. അപ്പം എന്തായാലും ഈ വർഷം തന്നെ വെയിറ്റിംഗ് ഫോർ ദാറ്റ് സൂപ്പർ ഹിറ്റ്. നമസ്കാരം. ഈ അഭിലാഷ് ഇലക്ഷനിൽ നിന്ന പുഷ്പം പോലെ ജയിക്കും. അതിന് മാത്രം ഗ്രൗണ്ട് സപ്പോർട്ടിംഗ് ആണ് നിനക്ക്. ഇവിടെ വന്ന എല്ലാ സംവിധായകരും പറയുന്ന കേട്ടില്ലേ, അവരോട് കുറേ കഥകൾ പറഞ്ഞു. നീ ജെയിംസ് ക്യാമറോണോടും പറഞ്ഞിട്ടുണ്ടാവും കഥ, നടക്കാണ്ട് പോയ ഒരു കഥ അവിടെ ഉണ്ടാവും. ഇതിന് മാത്രം കഥ എവിടെ നിന്നാവും? എന്തായാലും വളരെ സന്തോഷം. അഭിലാഷിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എടപ്പള്ളിയിൽ ഞങ്ങൾ ഒരു കോഴിയുടെ നേർച്ച
ചെയ്യുന്ന സമയത്താണ് ആൽവിൻ ചേട്ടനാണ് ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുന്നത്. അപ്പോൾ അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള പരിചയമാണ്. എല്ലാ സിനിമകളും വിളിച്ച് പറയാറുണ്ട് സന്തോഷം നിൻ്റെ ഇങ്ങനെ വളർച്ചയിൽ. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇവിടെ ആരോ പറഞ്ഞു അവൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം. പക്ഷേ എഴുത്തുകാരിൽ സാധാരണ ജനങ്ങൾ തിരിച്ചറിയുന്ന ലെവലിലേക്ക് അഭിലാഷ് പിള്ള എന്ന് പറഞ്ഞാൽ കണ്ടാൽ തിരിച്ചറിയുന്ന ലെവലിലേക്ക് എത്തിച്ച ആളാണ്. സെലിബ്രിറ്റി റൈറ്ററാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് അതിൽ. എന്തായാലും ഈ സിനിമ ഗംഭീരമാവട്ടെ. അർജുനും വിഷ്ണുവിനും എല്ലാവർക്കും, രഞ്ജിത്തിനും സാറിനും എല്ലാവർക്കും ഗംഭീരമാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട ഒരു സെൻറ്റൻസ്, ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഫ്രം ദ മേക്കേഴ്സ് ഓഫ് മാളികപ്പുറം എന്നുള്ളതാണ്. മാളികപ്പുറം എന്താണ്, ഇവിടുത്തെ തിയേറ്റേഴ്സിൽ അതുണ്ടാക്കിയ ഓളം എന്താണ് എന്നുള്ളത് നമ്മൾ മലയാളികൾ എല്ലാവരും കണ്ടതാണ്. പക്ഷെ മലയാളത്തിൽ മാത്രമല്ല, ഒരുപാട് അഭിമാനത്തോടെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ആന്ധ്രാപ്രദേശിലിരുന്നിട്ടും ഇത് ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. ഇവിടെ ഉണ്ടായിരുന്ന അതേ സെൻസേഷനായിരുന്നു ഇത് അവിടെയും. ഞാനിപ്പോൾ കൂടുതൽ തെലുങ്ക് സിനിമകളാണ് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും ആദ്യത്തെ തെലുങ്ക് സിനിമ അല്ലു അർജുൻ ഗാരു പ്രൊഡ്യൂസ് ചെയ്ത അവരുടെ ഓൺ ബാനറായ ഗീത ആർട്സ് ആണ് അവിടെ മാളികപ്പുറം റിലീസ് ചെയ്തത് തന്നെ. അത്രയും വലിയൊരു റിലീസായിരുന്നു, അത്രയും വലിയൊരു സെൻസേഷനായിരുന്നു. ബിപിൻ ബ്രോ പറഞ്ഞു, നിനക്ക് എവിടുന്നാണ് ഇത്രയും മാത്രം കഥ എന്ന് ചോദിച്ചത് വളരെ അതിനുള്ളൊരു അതിശയോക്തിയില്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തീവ്രമായ ഇൻറ്റൻസിറ്റിയോട് കൂടിയാണ് അദ്ദേഹം സിനിമയെ ഇപ്പം കാണുന്നത്. മാളികപ്പുറത്തിന് മുമ്പുള്ള അഭിലാഷിനെ എനിക്കറിയാം. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഹങ്കർ കൂടിയിട്ടേ ഉള്ളൂ എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. മാത്രമല്ല ചിരഞ്ജീവി സാറിനെയും നാഗാർജുന സാറിനെയൊക്കെ വെച്ച് പടം ചെയ്യുന്ന കല്യാൺ കൃഷ്ണ പോലും എന്നെ വിളിച്ചിട്ട് അഭിലാഷിൻ്റെ കൂടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുമോ, ഞാൻ കേരളത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആവുമ്പോൾ ഞാനും അവിടെ ഇരുന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടി അഭിലാഷ് ബ്രോ ഭയങ്കര ബിസിയാണ്, എന്താ ചെയ്യുക, ഇങ്ങനെ ഓരോ പരിപാടികളാണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് അഭിലാഷ് എത്തി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു സുമതി വളവ് എന്നുള്ളൊരു സിനിമ മലയാളത്തിൽ മാത്രമല്ല, ഇത് എല്ലാ ഭാഷയിലും നല്ല പോസിബിലിറ്റി തോന്നുന്നുണ്ട്. എനിക്കിതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. തുറന്നു പറയട്ടെ, ഒരു തട്ടുപൊളിപ്പൻ പടമാണ് ഈ സാധനം. ഇത് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അത് എൻ്റെ പ്രിയപ്പെട്ടവരുടെ സിനിമ ആയതുകൊണ്ട് മാത്രമല്ല, ഒരു സിനിമ ലവർ എന്നുള്ള രീതിയിൽ ഞാൻ ഇത് ഓൺ സ്ക്രീനിൽ ട്രാൻസ്ഫോം ചെയ്യുന്നത് കാണാൻ വെയിറ്റ് ചെയ്യാണ്. വിജയ് ചേട്ടനെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ പറഞ്ഞു അദ്ദേഹത്തിന് ഈ പാക്കേജ് കണ്ടപ്പോൾ കൊതിയായിന്ന്. കൊതിയാവാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എലമെൻ്റാണ് ഇവർ അണിയറയിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെറുതെ സൂചിപ്പിച്ചു ഈ കഥ കഴിഞ്ഞപ്പോൾ, അഭിലാഷ് ബ്രോ ഇതിൽ തെലുങ്കിൽ നല്ല പോസിബിലിറ്റി ഉണ്ട്, ഓൾറെഡി നമുക്ക് ഗീതാർട്സ് ആയിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ പ്രേമലൂല് എല്ലാവരും ഇതിനകത്തുണ്ട്. പിന്നെ അഭിലാഷ് ബ്രോ ഒരു വേറെ ലെവലാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ കണ്ടു പഠിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹീ ഈസ് ഗോയിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ. ഐ എം വെരി ഹാപ്പി. ആൻഡ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഗോപിക ഒരുപാട് ലക്കിയാണ്. കാരണം ഇത്രയും മനോഹരമായ സിനിമയിൽ ഇത്രയും പെർഫോം ചെയ്യാനുള്ളൊരു കഥാപാത്രം, അതും നായികയായിട്ട് ഇതിൽ ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യങ്ങളല്ല. ഐ ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് ഷീ ഡിസേർവ്സ് ഇറ്റ് എന്നുള്ളതാണ്. കാരണം സാന്ത്വനം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പാവം. ഒരുപാട് സീരിയലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നിരുന്നു, വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള. എനിക്ക് എപ്പോഴും ലൈഫിൽ തോന്നിയിട്ടുള്ള നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് നല്ല സാധനങ്ങൾ വരുമ്പോൾ നോ പറയാനുള്ള ആ ഒരു ബോൾഡ്നെസ് ആണ്. ആൻഡ് ഷീ ടുക്ക് ദാറ്റ്. സീരിയലുകളാണെങ്കിലും വെബ് സീരീസ്, സിനിമാ ചർച്ചകൾ വരെ വന്നിരുന്നു. സംതിങ് ഈസ് വെയിറ്റിംഗ് ഫോർ മീ എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിശ്വാസം ഗോപികയിലുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് ഷീ ഡിസേർവ്സ് ദിസ് ആൻഡ് ദാറ്റ് വെയിറ്റ് വാസ് വർത്ത് ഇറ്റ്. അഭിലാഷ് ബ്രോ ഇങ്ങനൊരു സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത്രയും റിസ്ക് എടുത്തൊക്കെ വളരെ നന്നായി എന്നുള്ളത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഐ എം ഓൾസോ വെയിറ്റിംഗ് എത്ര മനോഹരമായിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ പെർഫോം ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷ്ണു ബ്രോനെ കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുമ്പോൾ, പൊതുവേ ഗോപിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ്. നിങ്ങൾ ഈ കാണുന്ന സാന്ത്വനത്തിൽ കാണുന്ന അങ്ങനെ ഒരു ആളെ അല്ല. ക്രൗഡിനെ പേടിയാണ്, മീഡിയനെ പേടിയാണ്, ക്യാമറ പേടിയാണ്, സംസാരിക്കാൻ പേടിയാണ്, തുടങ്ങിയ എല്ലാ പേടികളും ഉള്ള ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തിയാണ്. ഇപ്പോൾ വിഷ്ണു ബ്രോനെ കാണാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് വണ്ടിയിൽ പോകുമ്പോൾ അങ്ങനെ ചോദിച്ചു, അവിടെ ചെന്നിട്ട് എന്താ ഉണ്ടാവുക? ഞാൻ പറഞ്ഞൊരു സംവിധായകനല്ലേ കാണാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും സംവിധായകൻ അതിലൊരു സീൻ അഭിനയിച്ച് കാണിക്കാൻ പറയും. ആണോ? അപ്പോൾ ഇവിടെ തനിക്ക് അഭിനയിച്ചൂടെ? അഭിനയിക്കാം, എന്നാലും പേടി. ഞാൻ ചോദിച്ചു, ചിലപ്പോൾ തൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാം, ചിലപ്പോൾ ഒരു ഓഡിഷൻ വെച്ചേക്കാം, ചിലപ്പോൾ ഒന്നും മിണ്ടില്ല, തന്നെ ഒബ്സർവ് ചെയ്തിട്ട് തിരിച്ചു പോക്കോളാൻ പറയും. എന്തുണ്ടാവാം.
അപ്പോൾ അത്രയും പേടിയോട് കൂടിയിട്ട് ഞങ്ങൾ പോകുന്നൊരു വില്ലയിലാണ്. അവിടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, വിഷ്ണു ബ്രോ ഉണ്ട്, അഭിലാഷ് ബ്രോ ഉണ്ട്. എല്ലാവരും ഇട്ട് എനിക്ക് അഭിലാഷ് ബ്രോ ആദ്യം അവളുടെ അടുത്ത് ചോദിക്കുന്നത് യുനോ കാർഡ്സ് കളിക്കാൻ അറിയോ? അപ്പോൾ അവൾ എൻ്റെ അടുത്ത് മുഖത്തേക്ക് നോക്കി. ഞാൻ പറഞ്ഞു അല്ല അറിയില്ല. അഭിലാഷ് ബ്രോ വളരെ ക്ഷമയോടുകൂടി അവൾക്ക് യൂനോ കാർഡ് കളിക്കാൻ പഠിപ്പിച്ചു കൊടുത്തു. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും വിഷ്ണു ബ്രോയും എല്ലാവരും കൂടി ഇരുന്ന് യൂനോ കളിച്ചു. അതിൽ അവൾ ജയിച്ചു. എന്നിട്ട് വിഷ്ണു പോയിട്ട് അഭിലാഷിനോട് പറഞ്ഞു ഇവള് നമുക്കൊരു വെല്ലുവിളിയാവുന്ന തോന്നി, ഇത്രയും കാലം ഞാനായിരുന്നു ജയിച്ചിരുന്നെന്ന്. എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റിലാക്സ്ഡ് ആയിട്ട് സൂപ്പർ കൂളായിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒക്കെ ഇടയിലും ഈ പ്രോഗ്രാമിൻ്റെ ഓർഗനൈസിങ്ങും പരിപാടികളൊക്കെ പുള്ളി ഓരോ യൂനോ കാർഡ് കളിക്കുമ്പോഴും ഇതിൻ്റെ പരിപാടികൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ തട്ടുപൊളിപ്പൻ സ്ക്രിപ്റ്റ് പോലെ തന്നെ ഇതിൻ്റെ ഷൂട്ടിങ്ങും ഒരു തട്ടുപൊളിപ്പൻ പരിപാടി തന്നെ ആയിരിക്കും. എന്തായാലും ഗംഭീരമാവട്ടെ. മുരളിച്ചേട്ടനെ പോലെ ഒരു ഗംഭീര പ്രൊഡ്യൂസറെയും കൂടി കിട്ടിയ സ്ഥിതിക്ക് ഇനി ഒന്നും നോക്കാനില്ല. സോ സുമതി വളവ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം, എല്ലാവരും ഹൊറർ കോമഡിയെ കുറിച്ച് പറഞ്ഞു. കുറച്ച് കാലം മുമ്പ് ഞാൻ ചെയ്യുന്ന പ്രേതം ഒരു ഹൊറർ കോമഡി ആയിരുന്നു. അത് കുട്ടികളിൽ എത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം. സോ എല്ലാം കൊണ്ടും ഇപ്പം സംഭവം കറക്റ്റാണ്. നിങ്ങൾ നരേറ്റ് ചെയ്ത സാധനം അതേപോലെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി നമുക്ക് അവസാനം പിന്നെ ഇതേ ഹാളിൽ തന്നെ സക്സസ് മീറ്റ് കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഓൾ ദി ബെസ്റ്റ്. കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് എൻ്റെ സിനിമയുടെ ഭാഗമായിട്ട് തന്നെ ഞാനും അഭിലാഷുമായിട്ടുള്ള ഒരുമിച്ചുള്ള യാത്രയിൽ ഒരുപാട് കഥകൾ അഭിലാഷ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും തവണ കേട്ടിട്ടുള്ളത് സുമതി വളവിനെ കുറിച്ചാണ്. സുമതി വളവിൻ്റെ പല വേർഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലേത് വെർഷനാണെങ്കിലും അത് ഹിറ്റായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്യണമെന്നും പറഞ്ഞ് സഞ്ചരിച്ചവരാണ് വിഷ്ണുവും അഭിലാഷും. അതിനുള്ള ഒരു അർഹിച്ച വിജയം മാളികപ്പുറത്തിലൂടെ അവർക്ക് കിട്ടി. ഇതും അതിലും വലിയ വിജയമാകാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നിപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ റിലീസായ നിമിഷം തൊട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ സുമതി വളവിനെ കുറിച്ചുള്ള ചർച്ചയായിരിക്കും. കാരണം അത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ സുമതി വളവെന്ന് ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ ഹിറ്റ് മണക്കുന്നുണ്ട്. അപ്പം മുരളിയേട്ടനും വിഷ്ണുവിനും അഭിലാഷനും അർജുനും രഞ്ജനും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഭാവങ്ങൾ. സുമതി വളവ് ഒരു ബ്ലോക്ക് ബസ്റ്റർ വളവായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അപ്പം രണ്ട് വാക്ക് നിങ്ങൾ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കണം. അഭിഷേകിന്റെ സിനിമയിലൊക്കെ നായികയായിട്ടും സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മെജോറിറ്റി ആൾക്കാരും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസും ഇനി ഇപ്പം നമ്മൾ ഒരു ടൈറ്റിൽ കണ്ടു, അടിപൊളി ടൈറ്റിൽ. അപ്പം എന്താണ് സംസാരിക്കാനുള്ളത് എന്നൊക്കെ വി ഓൾ ആർ എക്സൈറ്റഡ് ടു ഹിയർ ഇറ്റ് ഫ്രം യു. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഞാനും ഇതുപോലൊരു വളവിലാണ് അഭിലാഷേണ്ണ പരിചയപ്പെട്ടത്. 10ാം വളവ് എന്ന് പറഞ്ഞ സിനിമ. പപ്പേട്ടനായിരുന്നു എൻ്റെ ഡയറക്ടർ. അതിൽ വിഷ്ണു വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം അവിടുന്ന് മുതലേ ഇവരുടെ ഓരോരോ ഇനി ചെയ്യാൻ പോകുന്ന പല കഥകളും കേട്ടിട്ടുള്ള ആളാണ്, മാളികപ്പുറം ഉൾപ്പെടെ. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇതും നല്ലൊരു വിജയമായി തീരട്ടെ. അഭിലാഷ് ചേട്ടനും വിഷ്ണുവിനും രഞ്ജിൻ ആൻഡ് അർജുൻ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ, ഞാൻ എന്തായാലും മാളികപ്പുറം ടീമിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ എൻ്റെ സ്വന്തം ടീമാണ് മാളികപ്പുറം. അപ്പോൾ അവരുടെ അടുത്തൊരു പടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ മാളികപ്പുറം എൻ്റെ സ്വന്തം ഫാമിലി പോലെയാണ് എനിക്ക്. അപ്പോൾ അവരുടെ അടുത്ത മൂവിയും അതേപോലെ അല്ല അതിൽ മോളിൽ ഹിറ്റാവട്ടെ എന്ന് ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം അടിപൊളിയാവട്ടെ. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അഭി എന്നെ വിളിച്ചു. ഒരു പ്രാവശ്യം നല്ല കേട്ടോ, ഒരു 4-5 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാനും വിചാരിച്ചു ഇനി ഞാനെങ്ങാനും സിനിമയിലുണ്ടോ, ബിരിയാണി കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ ഞാനൊന്ന് വിചാരിച്ചു. ഇല്ലെന്ന് മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർ നേരത്തെ ചെയ്ത് ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് സിനിമ. ഒരു സെക്കൻഡ്. അപ്പോൾ ഇവർ നേരത്തെ സിനിമ മാളികപ്പുറം ഞാനൊരു 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ഫോണിൽ ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കണം. അതിൻ്റെ മെയിൻ റീസൺ തീർക്കുന്ന ആളാണ്. തിയേറ്ററിൽ 4 പ്രാവശ്യം കണ്ടു, തമിഴിൽ 2 പ്രാവശ്യം, മലയാളത്തിൽ 2 പ്രാവശ്യം. അപ്പോൾ ഈ ഒരു സിനിമയും ഗംഭീര ഹിറ്റ് ആവട്ടെ. സന്തോഷമായിട്ടുണ്ടോ? അപ്പോൾ ഞങ്ങൾക്കും എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. മുരളി ചേട്ടാ, അഭി, വിഷ്ണു, രഞ്ജൻ, അർജുൻ എല്ലാവർക്കും എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂവിന് ഓൾ ദി വെരി ബെസ്റ്റ്. എന്താ പറയുക, അടുത്തത് ഇവിടെ വന്ന് നിൽക്കുന്നത് ഈ പടത്തിൻ്റെ ഓഡിയോ ലോഞ്ചിനും തുടർന്ന് അതിൻ്റെ ഗ്രാൻഡ് സക്സസ് മെഗാ ഹിറ്റായിട്ട് ഒരു 100 crore ക്ലബിൽ കയറി കഴിയുമ്പോൾ വന്ന് നിൽക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സ്റ്റേജിലേക്ക് വിളിച്ചത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. അഭിലാഷ് ചേട്ടൻ്റെ കോള് പോലെ തന്നെയായിരുന്നു. ഞാൻ പിന്നെ എനിക്ക് ഈ ടീമുമായിട്ട് നേരിട്ട് ബന്ധമില്ല, എനിക്ക് പരിചയമുള്ളത് അഭിലാഷ് ചേട്ടനുമായിട്ടാണ്.
അഭിലാഷേട്ടനെ ഈ പറഞ്ഞതുപോലെ ഞാനൊരു ഷോയിൽ എനിക്കൊന്ന് 10ാം വളവിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഷോയിൽ വെച്ച് പരിചയപ്പെടുന്നത്. അതിനുശേഷം സുരേഷ് ഗോപി സാറിൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടി നമ്മളൊന്നുകൂടെ ഓർമ്മ പുതുക്കി. ആ ഓർമ്മയുടെ പുറത്താണ് ശരിക്കും ആനന്ദ് ശ്രീബാല എന്ന് പറയുന്ന പടത്തിൽ എനിക്കൊരു ചാൻസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ ഈ പരിസര പ്രദേശത്തൊന്നും ഇല്ലായിരുന്നു, ഞാൻ നാട് വിട്ടു പോയിരുന്നു, വേറെ സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് അത് നടന്നില്ല. പക്ഷേ അടുത്ത സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ആയപ്പോൾ ഇപ്പോൾ ശ്രുതി ചേച്ചി പറഞ്ഞതുപോലെ ബിരിയാണി എങ്ങാനും കൊടുത്താലോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനും വന്നത്. കിട്ടുമോ കിട്ടില്ല എന്നറിയില്ല, അതെന്തായാലും പിന്നെ നോക്കാം. പക്ഷേ എന്തായാലും സിനിമയ്ക്ക് എൻ്റെ ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ ഈ പറഞ്ഞതുപോലെ സുമതി വളവ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഫേമസ് ആയിട്ടുള്ള ഒരു ഞാൻ അതിനെപ്പറ്റി ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ആ കഥകളൊക്കെ പോലെ തന്നെ വലിയൊരു ഹിറ്റായി മാറട്ടെ സിനിമയും. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ 100 ദിവസം പോട്ടെ, അതിൻ്റെ സെലിബ്രേഷനായിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. ഉള്ളത് നമ്മുടെ ഓഡിയൻസിൻ്റെ അടുത്ത് 2 വാക്ക് പ്ലീസ്. ഏതായാലും മാളികപ്പുറത്തിൻ്റെ അവരുടെ ടീമിൻ്റെ സെക്കൻഡ് പടം എല്ലാവരും പോലെ ഞാനും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സുമതി വളവ് എന്ന മനോഹരമായ ഈ ഒരു പേര് നമുക്കറിയാം. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പ്രേത കഥകൾ കേൾക്കാനും മുത്തശ്ശിമാരുടെ അടുത്ത് നിന്ന് പ്രേത കഥകൾ കേട്ട് രസിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ പ്രേത സിനിമകൾ കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.